Welcome to +2 ഓൺലൈൻ ക്ലാസ്സസ് ഓൺ ബോട്ടണി. കഴിഞ്ഞ ചാപ്റ്ററിൽ ബയോടെക്നോളജി കഴിഞ്ഞ ചാപ്റ്ററിൽ ജൈവ സാങ്കേതിക വിദ്യയിലെ പ്രിൻസിപ്പിൾസ്, പ്രോസസ്സസ് ഇതൊക്കെ നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. ഇനി ഉള്ള പുതിയ ചാപ്റ്ററിൽ ഇതിനു മുമ്പുള്ള സെഷനിൽ നമ്മൾ ആർജിച്ച അറിവ് സമൂഹ നിർമ്മിതിക്ക് വേണ്ടി, സമൂഹ നന്മയ്ക്ക് വേണ്ടി എവിടെയൊക്കെ പ്രയോഗിക്കാം എന്ന് ഉള്ള അറിവ് നേടുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. ഇതിനകം തന്നെ ജൈവ സാങ്കേതിക വിദ്യ, ബയോടെക്നോളജി പല മേഖലകളിലും പ്രയോഗിച്ചു കഴിഞ്ഞു. ഉദാഹരണത്തിന് തെറാപ്യൂട്ടിക്സ്, രോഗചികിത്സ. നമുക്കറിയാം, നമുക്ക് ആവശ്യമായി വരുന്ന പല ആൻറ്റിബയോട്ടിക്കുകൾ, ഹോർമോണുകൾ ഇതൊക്കെ ബയോടെക്നോളജിയുടെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് നാം നിർമ്മിക്കുന്നത്. മറ്റൊരു ഏരിയ ഡയഗ്നോസ്റ്റിക്സ്, രോഗചികിത്സ. ഈ കോവിഡ് കാലത്ത്, ഡ്യൂറിങ് ദിസ് പാൻഡമിക് ടൈം, വി നോ the patients are tested positive or negative in RT-PCR or antigen test. These tests are developed on biotechnological processes. Another area is genetically improved crops. ജനിതക മാറ്റം വരുത്തിയ വിളകൾ. നമുക്കറിയാം, ഗ്രീൻ റെവല്യൂഷനിൽ പ്രൊഡക്ഷൻ കൂട്ടുവാൻ വേണ്ടി, വർദ്ധിപ്പിക്കുവാൻ വേണ്ടി നമ്മൾ ആശ്രയിച്ചത് ക്ലാസിക്കൽ ബ്രീഡിങ്ങിലൂടെ ഡെവലപ്പ് ചെയ്തെടുത്ത ക്രോപ്പുകളാണ് എങ്കിൽ, ഇനി ഭാവിയിൽ നമുക്ക് ക്രോപ്പ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുവാൻ നമ്മൾ ആശ്രയിക്കാൻ പോകുന്നത് ജനിതക മാറ്റം വരുത്തിയ വിളകളെയായിരിക്കും. മറ്റൊരു ഏരിയ പ്രോസസ്ഡ് ഫുഡാണ്. ഫുഡ് പ്രോസസ്സിങ്ങിലും ബയോടെക്നോളജിയിലെ സാങ്കേതിക വിദ്യകൾ നമ്മൾ പ്രയോഗിച്ചു കഴിഞ്ഞു. എനർജി പ്രൊഡക്ഷൻ, വേസ്റ്റ് മാനേജ്മെൻറ്റ്, ബയോ റെമഡിയേഷൻ എന്നീ മേഖലകളിലും ബയോടെക്നോളജിയിലൂടെ നേട്ടങ്ങൾ കൈവരിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. റിസർച്ചസ് ആർ സ്റ്റിൽ ഗോയിങ് ഓൺ ഇൻ ബയോടെക്നോളജി ടു ഫൈൻഡ് ഔട്ട് ന്യൂ പോസിബിലിറ്റീസ്. ഇപ്പോഴത്തെ നമ്മുടെ ഗവേഷണങ്ങൾ പ്രധാനമായും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഇനി പറയുന്ന ഏരിയകളിലാണ്. ഒരു ബയോടെക്നോളജിക്കൽ പ്രോഡക്റ്റ് നമുക്ക് കിട്ടണമെങ്കിൽ, നമുക്കറിയാം, ഒരു കെമിക്കൽ പ്രോസസ്സിലൂടെ നമുക്കൊരു പ്രോഡക്റ്റ് കിട്ടണമെങ്കിൽ വി നീഡ് എ കാറ്റലിസ്റ്റ്. ഇൻ ബയോളജി വി കോൾ ഇറ്റ് ആസ് എ എൻസൈം. സോ ഇഫ് വി നീഡ് ന്യൂ പ്രോഡക്ട്സ്, we have to find out new enzymes. These new enzymes may be in the form of a organism, maybe a microbe. These enzymes are present in organisms. So we are searching for these enzymes in organisms. We may provide this enzyme as an organism or as a pure enzyme. That is the first area. സെക്കൻഡ് ഏരിയ, ഓപ്റ്റിമം കണ്ടീഷൻസിലാണ് ഒരു എൻസൈം അതിൻ്റെ മാക്സിമം ആക്ഷൻ കാണിക്കുന്നത്. സോ ഇഫ് വി പ്രൊവൈഡ് ഓപ്റ്റിമം കണ്ടീഷൻസ്, വി വിൽ ഗെറ്റ് മോർ പ്രോഡക്ട്സ്. അപ്പോൾ ഓരോ എൻസൈമിൻ്റെയും ഓപ്റ്റിമം കണ്ടീഷൻസ് എന്താണ്, അതെങ്ങനെ പ്രൊവൈഡ് ചെയ്യാം, അതാണ് രണ്ടാമത്തെ ഏരിയ. മൂന്നാമത്തെ ഏരിയ ഡൗൺ സ്ട്രീം പ്രോസസ്സിംഗ് ആണ്. ഡൗൺ സ്ട്രീം പ്രോസസ്സിംഗ് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതാണ്. ബയോടെക്നോളജിയിലൂടെ ഉണ്ടാകുന്ന പ്രോഡക്റ്റിനെ, ബയോ റിയാക്ടറിലൊക്കെ ഉണ്ടാകുന്ന പ്രോഡക്റ്റിനെ എങ്ങനെ ഐസൊലേറ്റ് ചെയ്യാം, എങ്ങനെ പ്യൂരിഫൈ ചെയ്യാം, എങ്ങനെ പ്രിസർവ് ചെയ്യാം, അതാണ് ഡൗൺ സ്ട്രീം പ്രോസസ്സിംഗ്. ഈ ഡൗൺ സ്ട്രീം പ്രോസസ്സിങ്ങിൻ്റെ പുതിയ പുതിയ ടെക്നിക്കുകളും സാധ്യതകളും ഉണ്ടാക്കിയെടുക്കുക, ഡെവലപ്പ് ചെയ്തെടുക്കുക, അതാണ് മൂന്നാമത്തെ ഏരിയ. നമ്മൾ ഈ പറഞ്ഞ റിസർച്ചസ്, ഗവേഷണങ്ങൾ, ഈ ഗവേഷണങ്ങളിലൂടെ നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞു, പല ഏരിയകളിലും
നേട്ടങ്ങൾ കൈവരിക്കാൻ നമുക്കായിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഏരിയകൾ ഒന്ന് അഗ്രികൾച്ചറും മറ്റൊന്ന് മെഡിസിനുമാണ്. ഇൻ അഗ്രികൾച്ചർ വി ട്രൈ ടു ഇൻക്രീസ് ഫുഡ് പ്രൊഡക്ഷൻ ത്രൂ വേരിയസ് സ്ട്രാറ്റജീസ്. കൃഷിയിൽ നമ്മൾ പോപ്പുലേഷൻ വർദ്ധിക്കുന്നതിനനുസരിച്ച് പ്രൊഡക്ഷൻ കൂട്ടാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ പ്രൊഡക്ഷൻ കൂട്ടണമെങ്കിൽ നമുക്കറിയാം എന്തെങ്കിലുമൊക്കെ സ്ട്രാറ്റജീസ് വേണം. പ്രധാനമായും 3 സ്ട്രാറ്റജീസാണ് പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുവാനായി നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത്. ആ 3 സ്ട്രാറ്റജീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, അഗ്രോ കെമിക്കൽ ബേസ്ഡ് അഗ്രികൾച്ചർ. അഗ്രോ കെമിക്കൽസ്, ആ വാക്ക് തന്നെ ഉണ്ട്, അഗ്രികൾച്ചറിൽ നമ്മൾ ഉപയോഗിക്കുന്ന കെമിക്കൽസ്. ഗ്രീൻ റെവല്യൂഷൻ്റെ പ്രോഡക്റ്റാണിവ. രണ്ടാമത്തെ സ്ട്രാറ്റജി ഓർഗാനിക് അഗ്രികൾച്ചർ അഥവാ ജൈവ കൃഷി. പച്ചിലവളവും ചാണകവും പുകയില കഷായവും വേപ്പിൻ പിണ്ണാക്കുമൊക്കെ ഉപയോഗിച്ച് പരിസ്ഥിതി സൗഹൃദമായി നടത്തുന്ന കൃഷി. മൂന്നാമത്തെ സ്ട്രാറ്റജി ഭാവിയിൽ നമ്മളിനി അഡോപ്റ്റ് ചെയ്യാൻ പോകുന്ന കൃഷി രീതിയാണ് ജനറ്റിക്കലി ഇംപ്രൂവ്ഡ് ക്രോപ്പ് ബേസ്ഡ് അഗ്രികൾച്ചർ. ഒരു ഓർഗാനിസിനെ എങ്ങനെയാണ് ജനറ്റിക്കലി ഇംപ്രൂവ് ചെയ്യുന്നതെന്ന് കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അങ്ങനെ ജീനുകളിൽ മാറ്റം വരുത്തിയ വിളകൾ, ജനറ്റിക്കലി ഇംപ്രൂവ്ഡ് ക്രോപ്പ്, അതിനെ ഉപയോഗിച്ചുകൊണ്ടുള്ള കൃഷി രീതിയാണ് മറ്റൊരു സ്ട്രാറ്റജി. നമുക്കറിയാം ആദ്യത്തെ സ്ട്രാറ്റജി അഗ്രോ കെമിക്കലുകളെ ഉപയോഗിച്ചുകൊണ്ടുള്ള കൃഷി രീതി നമ്മൾ ആരംഭിച്ചത് ഗ്രീൻ റെവല്യൂഷനിലാണ്. 1960-80 കാലഘട്ടത്തിൽ വിപ്ലവകരമായ മാറ്റം ഉണ്ടാക്കുവാൻ നമുക്ക് സാധിച്ചു. അഗ്രോ കെമിക്കലുകളിലൂടെയും ക്ലാസിക്കൽ ബ്രീഡിങ്ങിലൂടെ ഡെവലപ്പ് ചെയ്തെടുത്ത പുതിയ ഇനം ക്രോപ്പുകളുടെയും ബെറ്റർ മാനേജ്മെൻറ്റ് പ്രാക്ടീസിലൂടെയും നമ്മൾ വിപ്ലവം സൃഷ്ടിച്ചു. എന്നാൽ ഈ കൃഷി രീതി ഒരു സാച്ചുറേഷൻ പോയിന്റിലാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രോപ്പ് പ്ലാന്റ്സിനെ ഇംപ്രൂവ് ചെയ്യാൻ, ക്ലാസിക്കൽ ബ്രീഡിങ്ങിലൂടെ ഇംപ്രൂവ് ചെയ്യുവാൻ നമുക്കിനി സാധിക്കില്ല. അല്ലാതെയും ചില ഡീമെറിറ്റ്സ് ഉണ്ട്. ഈ കൃഷി രീതി എക്സ്പെൻസീവാണ്. അഗ്രോ കെമിക്കൽസ് വാങ്ങണം, മെഷീനറി വാങ്ങണം, പുതിയ ഇനം വിത്തുകൾ വാങ്ങണം. So it is expensive. Another demerit is it is not eco-friendly. We are using poisonous chemicals in the form of pesticides and weedicides. So we have to develop alternative methods. So we combined our knowledge in genetics, in biotechnology with agriculture. We altered the genetic makeup of organisms like plants, animals, bacteria and fungi to produce genetically modified organisms called GMOs. What are the merits of genetically modified organisms? Genetically modified organisms are tolerant to abiotic stresses. Abiotic stresses. ടെമ്പറേച്ചർ കൂടുക അല്ലെങ്കിൽ കുറയുക, മണ്ണിൽ വെള്ളത്തിൻ്റെ ലഭ്യത, ജലത്തിൻ്റെ ലഭ്യത കുറയുക, ഡ്രോട്ട് കണ്ടീഷൻസ്, സാൾട്ടിൻ്റെ അളവ് കൂടുക, ഇതൊക്കെയാണ് സ്ട്രെസ് കണ്ടീഷൻസ്. ഇങ്ങനെയുള്ള സ്ട്രെസ് കണ്ടീഷൻസ് ഉണ്ടായാൽ സാധാരണ വിളകളിൽ, ക്രോപ്പ് പ്ലാന്റ്സിൽ ഈൽഡ് കുറയും. ബട്ട് ഇൻ ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സ് they are tolerant to these stresses. Crop yield
കുറയുന്നില്ല. They are giving more yield even though the conditions are stressful. Another merit is reduced reliance to pesticides. പെസ്റ്റിസൈഡിനോടുള്ള ആശ്രയത്വം കുറവാണിവയ്ക്ക്. അതുകൊണ്ട് നമുക്ക് പെസ്റ്റിസൈഡുകൾ ഉപയോഗിക്കേണ്ടി വരുന്നില്ല. These are pest resistant plants. എക്സ്പെൻസ് കുറയ്ക്കാം, ചിലവ് കുറയ്ക്കാം. Another merit is reduced post harvest loss. Post harvest loss. Post means ശേഷം. ഹാർവസ്റ്റിന് ശേഷമുള്ള, വിളവെടുപ്പിന് ശേഷമുള്ള ലോസ്, നഷ്ടം. സാധാരണയായി ഹാർവസ്റ്റിനും കൺസംഷനും ഇടയ്ക്ക് നമ്മൾ വിളവെടുക്കുന്ന പഴങ്ങളായാലും ധാന്യങ്ങളായാലും നല്ലൊരളവ് നഷ്ടമാകുന്നു, ഡീക്കേ ആയി പോകുന്നു. അത് കുറച്ചാലും നമുക്ക് ഈൽഡ് കൂട്ടാൻ സാധിക്കും. ജനിതക മാറ്റം വരുത്തിയ സസ്യങ്ങളിൽ, ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സിൽ പോസ്റ്റ് ഹാർവസ്റ്റ് ലോസ് കുറവാണ്. ഇങ്ങനെ ഡീക്കേ ആയി പോകുന്ന ഈൽഡിൻ്റെ, അല്ല പഴങ്ങളോ വിത്തുകളോ ആയിക്കോട്ടെ, അതിൻ്റെ അളവ് വളരെ കുറവാണ്. Another merit is increased efficiency of mineral usage. Genetically modified crops have increased efficiency to use minerals in the soil. So they use minerals sparingly. എന്താണ് നേട്ടം? സോയിലുള്ള ന്യൂട്രിയൻസിൻ്റെ അളവ് കുറയാതെ നോക്കാൻ സാധിക്കും, ഫെർട്ടിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. Another merit is they have increased nutrient value. Increased nutrient value. For example, ഇപ്പോൾ നമ്മൾ റൈസ് കഴിക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുക സ്റ്റാർച്ചും ചിലപ്പോൾ കുറച്ച് വൈറ്റമിൻ ബിയും കിട്ടും, ബി കോംപ്ലക്സ് വൈറ്റമിൻസും കിട്ടും. എന്നാൽ ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്പായ യെല്ലോ റൈസ് ആണ് നമ്മൾ കഴിക്കുന്നതെങ്കിൽ ഈ പറഞ്ഞ ന്യൂട്രിയൻസിന് പുറമേ നമുക്ക് വൈറ്റമിൻ എയും കൂടി ലഭിക്കുന്നു. വൈറ്റമിൻ എ കൂടി ലഭിക്കുന്നു. So they have increased nutrient value. Another merit is these genetically modified plants are tailor-made plants. Tailor-made plants. ആരാണ് ടൈലർ? ബയോടെക്നോളജിസ്റ്റ് ആണ് ടൈലർ. ജീനുകളെ മുറിച്ചും കൂട്ടിച്ചേർത്തും കൂടുതൽ ഗുണങ്ങളുള്ള പ്ലാന്റ്സിനെ ഉണ്ടാക്കി. എന്തിനു വേണ്ടി? ഇൻഡസ്ട്രീസിന്, നമ്മുടെ വ്യവസായങ്ങൾക്ക് ആവശ്യമായ റിസോഴ്സസ് കൊടുക്കത്തക്ക രീതിയിൽ ജനറ്റിക്കലി മോഡിഫൈഡ് പ്ലാന്റ്സിന് അതിനൊരു ആൾട്ടർനേറ്റീവ് സോഴ്സ് ആകത്തക്ക രീതിയിൽ അവയെ മാറ്റിയെടുത്തു. അത് മറ്റൊരു മേന്മയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സിനെ ക്ലാസിക്കൽ ബ്രീഡിങ്ങിലൂടെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്ത, ഇതുവരെ നമ്മൾ ഉപയോഗിച്ച ക്രോപ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മെച്ചപ്പെട്ടതെന്ന് പറയാൻ കാരണം. ഇങ്ങനെ ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള പ്ലാന്റ്സിനെ കൃഷിയിൽ, അഗ്രികൾച്ചറിൽ നാം ഉപയോഗിച്ച് തുടങ്ങിക്കഴിഞ്ഞു. ഇൻ ഇന്ത്യ we started using BT crops, genetically modified crops called BT crops in agriculture. BT cotton is an example of a BT crop. എന്താണ് ഈ BT? കോട്ടൺ നമുക്കറിയാം. കോട്ടൻ്റെ മുമ്പ് കാണുന്ന ബിയും ടിയും എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് സ്റ്റാൻഡ്സ് ഫോർ ബസില്ലസ് തുറിഞ്ചിയൻസിസ്. ബസില്ലസ് തുറിഞ്ചിയൻസിസ് എന്ന
ഒരു ശാസ്ത്രനാമത്തിൻ്റെ ആദ്യ രണ്ടക്ഷരങ്ങളാണ്. ജീനസ് നെയിമായ ബാസിലസിൻ്റെ ബിയും തുറിഞ്ചിയൻസിൻ്റെ ടിയുമാണ് ബാസിലസ് തുറിഞ്ചിയൻസിൻ്റെ BT. അപ്പോൾ ആരാണ് ഈ ബാസിലസ് തുറിഞ്ചിയൻസിസ്? ഇറ്റ് ഈസ് എ ബാക്ടീരിയ. Bacillus thuringiensis is a bacteria. What is the peculiarity of this bacteria? This bacteria can produce protein crystals which contain insecticidal proteins. Insecticidal proteins. ഇൻസെക്റ്റുകളെ നശിപ്പിക്കുവാൻ കഴിവുള്ള പ്രോട്ടീൻസ് called BT toxins or cry proteins. Cry proteins. ഈ ബാക്ടീരിയ അതിൻ്റെ ബോഡിയിൽ അതിൻ്റെ വളർച്ചയുടെ ചില പ്രത്യേക ഘട്ടങ്ങളിൽ സെക്രീറ്റ് ചെയ്യുന്ന ഉൽപ്പാദിപ്പിക്കുന്ന പ്രോട്ടീൻ ക്രിസ്റ്റലുകളിൽ BT ടോക്സിൻ അഥവാ ക്രൈ പ്രോട്ടീനുകൾ എന്നറിയപ്പെടുന്ന ഇൻസെക്ടിസൈഡൽ പ്രോട്ടീനുകളുണ്ട്. And these proteins are toxic to certain specific insects or insect groups. എല്ലാ ഇൻസെക്റ്റുകൾക്കുമല്ല, ചില പ്രത്യേക ഇൻസെക്റ്റുകളെയോ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ഇൻസെക്റ്റുകളെയോ നശിപ്പിക്കുവാൻ കഴിവുള്ള പ്രോട്ടീനുകളാണ് ഈ ക്രൈ പ്രോട്ടീൻസ് അഥവാ BT ടോക്സിൻസ്. These BT toxins are or cry proteins are produced by certain genes present in the genome of these bacteria. These genes are called cry genes. Cry protein is produced by cry genes, or we can say cry genes code for cry proteins. There are different types of cry genes in Bacillus thuringiensis. For example, cry first AB, cry first AC, cry second AB are examples of cry genes. They produce different types of cry proteins, and these different types of cry proteins are toxic to different type of insects. I told you that these cry genes are different types: cry first AC, cry first AB, cry second AB. They are toxic to different insects. For example, look at the picture. Here you can see an insect, cone borer worm. Cone borer worm. It infests cotton plants. It also infects different types of crops, but it is a pest of cotton. Cry first AB of Bacillus thuringiensis can control this cone borer worm. Another one, look at the picture. It is a cotton bollworm, another insect of cotton. Two genes, cry first AC and cry second AB can control cotton bollworms. The cry genes isolated from Bacillus thuringiensis are incorporated into different types of crop plants like cotton, rice, tomato, potato and soybean to produce pest resistant plants. The choice of the gene, ഏത് ജീനിനെയാണ് ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളത് ഏത് ക്രോപ്പ് പ്ലാന്റിൽ
ഏത് ഇൻസെക്റ്റാണ് ഇൻഫെക്റ്റ് ചെയ്യുന്നത് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഫസ്റ്റ് എ ബി വേണോ, സെക്കൻഡ് എ ബി വേണോ, അതോ ഫസ്റ്റ് എ സി ട്രാൻസ്ഫർ ചെയ്യണോ? അവിടുത്തെ ഇൻസെക്റ്റ് ഏതാണോ അതിനെ കൺട്രോൾ ചെയ്യാൻ കഴിവുള്ള ജീൻ ഏതാണോ അതിനെ ട്രാൻസ്ഫർ ചെയ്താലേ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ക്രോപ്പ് പ്ലാന്റ് ആ ഇൻസെക്റ്റിന് റെസിസ്റ്റൻ്റ് ആകൂ. ഫോർ എക്സാമ്പിൾ, in order to make a cotton plant resistant to corn borer, ഒരു കോട്ടൺ പ്ലാന്റിന് നമുക്ക് കോൺ ബോററിനെ റെസിസ്റ്റൻ്റ് ആക്കണം. നമുക്കറിയാം കോൺ ബോററിനെ കൺട്രോൾ ചെയ്യാൻ കഴിവുള്ള ജീൻ ഫസ്റ്റ് എ ബി ആണ്. ഈ ഫസ്റ്റ് എ ബി ജീനിനെ നമ്മൾ ഐസൊലേറ്റ് ചെയ്യുന്നു. എവിടെ നിന്നും? ബസില്ലസ് തുറിഞ്ചിയൻസിൽ നിന്നും. ഈ ഫസ്റ്റ് എ ബി ജീനിനെ നമ്മൾ കോട്ടൻ്റെ സെല്ലിലേക്ക്, ഒരു ലിവിങ് സെല്ലിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നു. ആ സെല്ലിനെ നമ്മൾ കൾച്ചർ ചെയ്യുന്നു, പുതിയൊരു കോട്ടൺ പ്ലാന്റ് ആക്കി ഡെവലപ്പ് ചെയ്യുന്നു. ഈ പുതിയ ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ഈ കോട്ടൺ പ്ലാന്റിൻ്റെ എല്ലാ സെൽസിലും ഫസ്റ്റ് എ ബി സെക്രീറ്റ് ചെയ്ത BT ടോക്സിൻ ഉണ്ടായിരിക്കും. കോൺ ബോറർ എന്ന് പറയുന്ന ഇൻസെക്റ്റ് ഈ കോട്ടൺ പ്ലാന്റിനെ ഇൻഫെസ്റ്റ് ചെയ്താൽ ഈ ടോക്സിൻ കോൺ ബോററെ ഡിസ്ട്രോയ് ചെയ്യും. എങ്ങനെ? അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഈ ഇൻസെക്റ്റ്, കോൺ ബോറർ ഇൻസെക്റ്റ്, ബസില്ലസ് തുറിഞ്ചിയൻസിന്റെ ടിഷ്യൂസിനെ ഇൻജസ്റ്റ് ചെയ്യുമ്പോൾ this cry proteins will reach the gut. When the corn borer insect infests this genetically modified cotton plant, it ingests the tissues of the plant and the tissues reaches the gut of the insect. The tissues contains BT toxin, cry protein secreted by first AB. Then this first AB, when it reaches the gut of the insect, it will destroy the insect. Then you may have a doubt, why this protein cannot destroy? It is not destroying the bacteria or the cotton plant. Why? The answer is, this protein is secreted in inactive form called protoxin. It becomes active only when this protoxin reaches the gut of the insect. In the gut of the insect, pH is alkaline. There is alkaline pH. In this alkaline pH, this protoxin is hydrolyzed into active toxin. Then what will this active toxin do with the insect? This active toxin attaches to the epithelial cells of the gut, makes holes in it. അതിൽ സുഷിരങ്ങൾ ഉണ്ടാക്കുന്നു. Then fluid will enter into the cells, the cell will burst. അങ്ങനെ ആ സെൽസിനെ ഡിസ്ട്രോയ് ചെയ്യുന്നു, അതിലൂടെ ആ ഇൻസെക്റ്റിനെ തന്നെ ഡിസ്ട്രോയ് ചെയ്യുന്നു. Is it clear? ഈ ഇൻസെക്റ്റ് ജനിതക മാറ്റം വരുത്തിയ ഈ കോട്ടൺ പ്ലാന്റിന് ഇൻഫെക്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇലയോ അതിൻ്റെ കാണ്ഡഭാഗങ്ങളോ ഇത് ആഹാരമാക്കും. അങ്ങനെ ഇതിൻ്റെ ടിഷ്യൂസ് ഇൻസെക്റ്റിൻ്റെ ഗട്ടിലേക്ക് എത്തുമ്പോൾ ആ ടിഷ്യൂസിലുള്ള ക്രൈ പ്രോട്ടീൻസ്, ഇനാക്റ്റീവ് ആയിട്ടുള്ള പ്രോട്ടോക്സിൻസ് ഗട്ടിലെ ആൽക്കലൈൻ pH വെച്ച് ആ ആക്റ്റീവ് ടോക്സിൻസ് ആയി മാറുന്നു. ആക്റ്റീവ് ടോക്സിൻസ് ആയി മാറുന്ന ഈ
ക്രൈ പ്രോട്ടീൻസ്, BT ടോക്സിൻസ്. ഇൻസെക്റ്റിൻ്റെ ഇൻഡസ്റ്റിനുള്ള ഗട്ടിലുള്ള എപ്പിത്തീലിയൽ ലൈനിങ് സെൽസിൽ അറ്റാച്ച് ചെയ്യുന്നു, അതിൽ സുഷിരങ്ങൾ ഉണ്ടാക്കുന്നു, അങ്ങനെ ആ സെൽസിനെ ഡിസ്ട്രോയ് ചെയ്യുന്നു, നശിപ്പിക്കുന്നു. അതുവഴി ആ ഇൻസെക്റ്റിനെയും നശിപ്പിക്കുന്നു. അങ്ങനെയാണ് ഈ BT ടോക്സിൻസ് ഇൻസെക്റ്റിനെ ഡിസ്ട്രോയ് ചെയ്യുന്നത്. ഒരു നോർമൽ കോട്ടൺ പ്ലാന്റിൻ്റെയും ഒരു BT കോട്ടൺ പ്ലാന്റിൻ്റെയും ചിത്രമാണ് മോണിറ്ററിൽ. നോക്കൂ, സാധാരണ കോട്ടൺ പ്ലാന്റ് ജനറ്റിക്കലി മോഡിഫൈഡ് അല്ല, BT ടോക്സിൻ ഇല്ല. അതിനെ ബോൾവോംസ് ഇൻഫെക്റ്റ് ചെയ്തിരിക്കുന്നു. എന്നാൽ രണ്ടാമത് കാണിച്ചിരുന്ന B എന്ന് പറയുന്ന കോട്ടൺ പ്ലാന്റിൽ കോട്ടൺ ബോളൊക്കെ നല്ല ഫുള്ളി ഡെവലപ്ഡ് ആണ്, അതിൽ ഇൻഫെസ്റ്റേഷൻ ഇല്ല. കാരണം there is ക്രൈ പ്രോട്ടീൻസ്. BT കോട്ടനും ഈ കോട്ടൻ്റെ പ്രത്യേകതകളും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഒന്ന് രണ്ട് തുടർ പ്രവർത്തനങ്ങൾ തന്നെ. അതിലൊന്ന്, we have to find out the insect groups which can be controlled by cry genes. Another activity is visit Samagra portal and go to this chapter, this chapter's question pool, and try to find out the answers for that questions. Okay, സമഗ്ര പോർട്ടലിൻ്റെ ലിങ്ക് മോണിറ്ററിൽ കാണിച്ചിട്ടുണ്ട്. സമഗ്ര പോർട്ടൽ സന്ദർശിക്കുക, അതിൽ ക്വസ്റ്റ്യൻ പൂൾ എന്ന സെഷൻ എടുക്കുക, അതിൽ ക്ലാസ്, വിഷയം, ഭാഷ, ചാപ്റ്റർ എന്നിവ കൊടുത്ത് നമ്മുടെ ഈ ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് കണ്ടെത്തുക, അതിൻ്റെ ഉത്തരങ്ങളും കണ്ടെത്തി നമ്മുടെ ബോട്ടണി നോട്ട്ബുക്കിൽ കുറിക്കുക. നിങ്ങൾ അധ്യാപകരുമായും സഹപാഠികളുമായും അത് ചർച്ച ചെയ്യുക. താങ്ക് യു.